بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1761 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 17, 18 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 17, 18 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു മുമ്പായി ഏതാനും ആയത്തുകളിലായിട്ട് സുഹൃതവാന്മാരായ ആളുകളെ, വിശ്വാസം ഉൾക്കൊള്ളുകയും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവരുടെ സൗഭാഗ്യങ്ങളെ, അവർക്ക് കരഗതമാവുന്ന ഏറ്റവും ഉത്തമമായ പരിണതിയെ ഒക്കെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങളാണ് വിവരിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അതിനിടക്ക് മനുഷ്യ സമൂഹത്തോടായി അള്ളാഹു നടത്തിയ ഒരു ഉപദേശം, അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപദേശം പരാമർശിക്കപ്പെടുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഈ ആളുകളുടെ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഉൾക്കൊള്ളുകയും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്തുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന തരം ആളുകളെ പൊതുവായി പരാമർശിച്ചുകൊണ്ട് അല്ലാഹു നമ്മൾ പിന്നിട്ട അവസാന ഭാഗത്ത് പറയുന്നത് ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. ഈ കൂട്ടര് അവരുടെ സൽപ്രവർത്തനങ്ങളൊക്കെയും തന്നെ നാം അവരിൽ നിന്നായിട്ട് ഏറ്റുവാങ്ങുന്നു, സ്വീകരിക്കുന്നു. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ ദുഷ്ചെയ്തികളെ നാം അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവര് ഫീ അസ്ഹാബിൽ ജന്ന, സ്വർഗാവകാശികളിലാണ് അവരുണ്ടാകുക. വഅദസ്സുദ്ഖില്ലദീ കാനൂ യുഅദൂൻ, അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരുന്ന വാഗ്ദാനത്തിന്റെ സത്യമായി പുലരുന്ന ഒരു അനുഭവമായിട്ടാണ് അവര് സ്വർഗം ഏറ്റുവാങ്ങുക
എന്ന കാര്യമാണ് അവിടെ വിവരിക്കപ്പെടുകയുണ്ടായത്. അപ്പോ വിശ്വാസം ഉൾക്കൊള്ളുകയും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരുടെ ശ്രദ്ധേയമായൊരു പ്രത്യേകതയായി അള്ളാഹുവിന്റെ ഒരു വസീയത്ത് അവര് ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുകയും പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നൊരു കാര്യം അതിനിടക്ക് അള്ളാഹു വ്യക്തമായി പരാമർശിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് അവരുടെ സുഹൃതങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കുന്നു, അവരുടെ ദുശ്ചെയ്തികളെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അവരോടായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രവാചകന്മാരും മുഖേനയും ദൈവിക ഗ്രന്ഥം മുഖേനയൊക്കെ ആയിട്ട് അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന സംഗതി ആ ജന്നത്തിൽ ദൈവികമായി സുഹൃതവാന്മാർക്കായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തില് അവരെത്തിച്ചേരുന്നു. ആ വാഗ്ദാനത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് എന്നാണ് വിവരിക്കപ്പെട്ടത്. ഇത് ഒരു ചിത്രമാണ്. ഇതിന്റെ ഒരു മറുചിത്രം, ഒരു മറുവശം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഇതിനെ തുടർന്നുള്ള 17-18 ആയത്തുകളിലായിട്ട്. വിശ്വാസം ഉൾക്കൊള്ളുകയും ആ മാർഗത്തില് ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകളുടെ കാര്യമാണല്ലോ ഇവിടെ ഇതിനകം ചിത്രീകരിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. എന്നാൽ വിശ്വാസം ഉൾക്കൊള്ളാതിരിക്കുകയും ദിശാബോധമില്ലാതെ ജീവിക്കുകയും ചെയ്ത ആളുകൾ ഏറ്റുവാങ്ങുന്ന പരിണതി എന്താണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു ഒരു ലഘു വിവരണം നൽകുന്നത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് സൂക്ഷ്മമായിട്ട് വായിക്കാം. വല്ലദീന ഖാല ലിവാലിദൈഹി, ഇനി വേറൊരു കൂട്ടർ അവര് തങ്ങളുടെ മാതാപിതാക്കളോടായിട്ട് പറയുന്നു. ഇവിടെ തൊട്ടു മുകളിൽ അള്ളാഹു മനുഷ്യ രാശിയെ തന്നെ മാതാപിതാക്കളുടെ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഉപദേശിച്ച കാര്യവും അതിനോട് അവരിലെ സുഹൃതവാന്മാരായ ആളുകൾ പ്രതികരിക്കുന്ന കാര്യമൊക്കെ സൂചിപ്പിച്ചു. എന്നാൽ വേറൊരു കൂട്ടർ വല്ലദീ ഖാല ലിവാലിദൈഹി, സ്വന്തം മാതാപിതാക്കളോട് ഇങ്ങനെ പറയുന്ന ഒരുവൻ, അല്ലെങ്കിൽ ആ ഒരുവനെ പോലെയുള്ള കൂട്ടർ, ഉഫിൻ ലഖുമ, അവര് സംസാരത്തിനിടക്ക് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഉഫിൻ ലഖുമ. ഉഫിൻ ലഖുമ എന്നത് കൃത്യമായി മലയാളത്തില് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രയോഗമല്ല. മലയാളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ ഒരു ശല്യം ആയി പോയി എന്ന നിലക്ക് പരാമർശിക്കുന്ന സ്വൈരക്കേടായല്ലോ, അല്ലെങ്കിൽ ശല്യമായല്ലോ, ഇതെന്തൊരു ശല്യമാണ് എന്നൊക്കെ ചിലപ്പോ ഇങ്ങനെ മാതാപിതാക്കളോട് സ്നേഹ ബഹുമാനം കാണിക്കാത്ത തരം ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവിക നിർദ്ദേശം, ദൈവികമായ വസീയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് മാതാപിതാക്കളോട് ഏറ്റവും സൗമ്യമായ രീതിയിൽ പെരുമാറുക എന്ന മൂല്യം ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന ആ പാരുഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വ്യക്തി മാതാപിതാക്കളോട് സംസാരിക്കുന്നത്. പറയുന്ന കാര്യം ഉഫിൻ ലഖുമ എന്നാണ്. നിങ്ങൾ രണ്ടുപേർക്കും നാശം, നിങ്ങളെ കൊണ്ടാവില്ലല്ലോ, ശല്യം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പ്രയോഗമാണ് ഉഫിൻ ലഖുമ. എന്നിട്ട് അതഴുതാനിനി അൻ ഉഖ്റജ, മാതാപിതാക്കള് സുഹൃതവാന്മാരാണ്, അവര് ദൈവഭക്തിയുള്ള ആളുകളാണ്, അള്ളാഹുവിലും പാരത്രിക ജീവിതത്തിലും ഒക്കെ വിശ്വാസമുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകള് ആയ മാതാപിതാക്കളോടാണ് ഈ ഒരുവൻ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവൻ പറയുന്നത്, ആ തഴുതാനിനി, നിങ്ങള് രണ്ടുപേരും എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അനുഹ്റജ, ഞാന് എന്റെ കുഴിമാടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന്. അനുഹ്റജ, എനിക്കൊരു പുനരുത്ഥാനം ഉണ്ടാകും, ഞാൻ പുനരുജ്ജീവിപ്പിക്കപ്പെടും, ഞാൻ ശവക്കല്ലറയിൽ നിന്ന് എണീപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നാണ് ഉമ്മയോടും ഉപ്പായോടും ഈ മനുഷ്യൻ ചോദിക്കുന്നത്.
അത് അവരെ ശപിക്കുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ടാണ്. ഉഫിൻ ലക്കുമ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാശം, ശല്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ന്യായവാദത്തിന് മാതാപിതാക്കളോട് ന്യായവാദം നടത്താൻ വേണ്ടി മുതിരുന്നത്. എന്താ പറയുന്ന കാര്യം? ഉഫിൻ ലക്കുമ, നിങ്ങൾ ഇരുവർക്കും നാശം. ആ തഴുതാനിനി, നിങ്ങൾ ഇരുവരും എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അനുഹ്റജ, ഞാൻ പുറത്തു കൊണ്ടുവരപ്പെടുമെന്ന് ഉദ്ദേശിക്കുന്ന പുനരുജ്ജീവിപ്പിക്കപ്പെടും, പുനരുത്ഥാനം ഉണ്ടാകും, കുഴിമാടങ്ങളിൽ നിന്ന് എണീപ്പിച്ചു കൊണ്ടുവരും എന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ എന്നാണ് ഈ മനുഷ്യൻ തന്റെ മാതാപിതാക്കളോട് കയർത്ത് സംസാരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെയോ പാരത്രിക ജീവിതത്തെയോ ഉൾക്കൊള്ളാത്ത ഒരാള് തീർത്തും നിരുത്തരവാദപരമായ വിധത്തിലാണ് ജീവിതത്തെ സമീപിക്കുക. മാതാപിതാക്കളോട് വളരെ പരുഷമായിട്ടാണ് സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം ഉണ്ടാവുക. അതൊക്കെ ഒരു പ്രതിബദ്ധതയുടെ കാര്യം എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ ഉപദേശം സ്വീകരിച്ചതിന്റെ ഫലമായുള്ള, അതുപോലെ അള്ളാഹുവിനുള്ള കീഴ്പ്പെടലിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൗമ്യതയോ ആ നിലക്കുള്ള ഒരു പെരുമാറ്റമോ ഒന്നും മാതാപിതാക്കളോട് കാണിക്കാതെ അവരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് ഈ സത്യവിശ്വാസം ഉൾക്കൊള്ളാതെയും അതുപോലെ ഇസ്തിഖാമത്ത് കാണിക്കാതെയും ജീവിക്കുന്ന ഇത്തരം ആളുകൾ പ്രകടിപ്പിക്കുക. അപ്പോ മാതാപിതാക്കളോട് അയാൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അതഴിതാനിനി അനുഫ്രജ, പുനർജീവിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കുഴിമാടത്തിൽ നിന്ന് എണീപ്പിക്കപ്പെടും എന്നത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ, നിങ്ങൾ രണ്ടുപേരും എന്നാണ് അവന്റെ ചോദ്യം. വഖദ് ഖലത്തിൽ ഖുറൂൻ, എത്രയോ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബ്ലി, എനിക്ക് മുമ്പായിട്ട് എത്ര തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അവൻ തുടർന്ന് ചോദിക്കുന്നത്. എന്നാൽ അവരൊക്കെ എവിടെ പോയി, എന്നിട്ട് അവരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ട് എവിടെയാണുള്ളത് എന്ന ഒരു ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഒരു ചോദ്യം അടങ്ങുന്ന വിധത്തിലാണ് ഇവന്റെ ഈ പ്രസ്താവന പറയുന്നത്. കുഴിമാടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത്, എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾ രണ്ടുപേരും? എന്നാൽ എത്ര തലമുറകൾ എനിക്ക് മുമ്പ് മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ എവിടെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ആരാണ് അവരെ കുഴിമാടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്? ഇതാണ് അവന്റെ ചോദ്യം. ആ സന്ദർഭത്തിലൊക്കെ വഹുമായില്ല, വാപ്പായും ഉമ്മായും ഇവന്റെ ഈ നിയന്ത്രണം വിട്ട സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോ വാപ്പായും ഉമ്മായും അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. വഹുമാൻ, ആരോടാണ്? യസ്തഗീസാനില്ല, അവർ അള്ളാഹുവിനോടായിട്ട് സഹായം തേടുകയും ശരണം തേടുകയും ഒക്കെ ചെയ്യണം. കാരണം ബാപ്പാനോടും ഉമ്മാനോടും ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന ഒരു പ്രായത്തിലേക്ക് മകൻ വളർന്നെത്തുമ്പോ ബാപ്പയും ഉമ്മയും ഒക്കെ സ്വാഭാവികമായിട്ടും വളരെ ദുർബലരായിട്ടുണ്ടാവും. ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും ഒക്കെ തന്നെ പല വിധത്തിലുള്ള അവശതകളും നേരിടുന്ന ആളുകളായിരിക്കുമല്ലോ. പ്രായം കൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ദുർബലരായിരിക്കും. കരുത്തുകൊണ്ട്, ശരീരത്തിന്റെ കരുത്തുകൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും ഈ മകനെ ഇങ്ങനെ നിയന്ത്രണം വിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ അവനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവന്റെ ദ്രോഹത്തിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും കഴിഞ്ഞോളണമെന്നില്ല. എന്തായാലും ബാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന ഘട്ടത്തില് വാപ്പയും ഉമ്മയും വഹുമാനില്ലാഹ, അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ടും സഹായം തേടിക്കൊണ്ടും ഒക്കെയാണ് അവർ നിലകൊള്ളുന്നത്. അവര് അവനോടായിട്ട് തുറന്നു പറയുന്ന വൈലക് ആമീൻ പിന്നെ വഅദല്ലാഹി ഹഖ്, ഇതാണ് അവര് മകനോടായിട്ട് പറയുന്നത്. എന്തൊരു കഷ്ടമാണിത്! നീ ഒന്ന് വിശ്വസിക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കി.
അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്ക് എന്നാണ് മാതാപിതാക്കള് അവനോടായിട്ട് പറയുന്നത്. വൈലക് എന്ന് പറഞ്ഞാൽ നിനക്ക് നാശം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ശൈലിയാണ്. അറബി ഭാഷയിൽ ഒരാളുടെ നിലപാടും സംസാരവും അപ്രൂവ് ചെയ്യാതിരിക്കുന്ന ഒരു രീതിയാണ് വൈലക് എന്ന് പറയുന്നത്. വൈലക് ആമിൻ, ആമിൻ നീ വിശ്വാസം ഉൾക്കൊള്ളു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വിശ്വസിക്കാൻ വേണ്ടി, അന്ധമായി വിശ്വസിക്കാൻ വേണ്ടി ഒന്നും അല്ല മാതാപിതാക്കൾ പറയുന്നത്. ദൈവിക മാർഗദർശനത്തിന്റെ അതിന്റെ ആയാത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നീ വിശ്വസിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കി. വൈലക് ആമിൻ നിന്ന വാഴതല്ലാഹി ഹഖുൻ. ഇവരെന്തെങ്കിലും ബ്ലൈൻഡ് ആയിട്ട് ഉൾക്കൊള്ളാൻ വേണ്ടി അവനോട് പറയല്ല. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്നത് മനസ്സിലാക്കി, അത് സത്യസന്ധതയോടുകൂടി നീ അതിനെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിനക്കത് മനസ്സിലാകും. അതുകൊണ്ട് മാതാപിതാക്കൾ വല്ലാത്ത നിരാശതയും അതുപോലെ പരവശതയും ഒക്കെ കാണിച്ചുകൊണ്ട് പറയുന്നത് വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഫുൻ എന്നാണ് ഈ മനുഷ്യനോട്. ഇന്ന വഅദല്ലാഹി ഹഖ്ഫുൻ. എന്തൊരു നാശം പിടിച്ച സംസാരമാണ് നീ നടത്തുന്നത്. നീ ഒന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുമോ നോക്ക്. അള്ളാഹുവിന്റെ വാഗ്ദാനം ഒരിക്കലും മിഥ്യയാവുകയില്ല, അത് സത്യമായിട്ട് പുലരുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനം എന്നിവിടെ പറയുന്നത് പുനരുത്ഥാനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. ഇത് തന്നെയാണ് നേരത്തെ താക്കീത് എന്ന നിലക്ക് അല്ലെങ്കിൽ ഭയപ്പെടുത്തുക എന്ന നിലക്ക് അയാള് മാതാപിതാക്കളോട് പറഞ്ഞ കാര്യം. ആ തഴുതാനിനി എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്നോട് ഇങ്ങനെ താക്കീത് ചെയ്യുകയാണോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം, ഇങ്ങനെ ഒരു സംഗതി ഉറപ്പിച്ച് എന്നോട് പറയുകയാണോ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥസൂചനകളിൽ പെടുന്ന വേറെ ചില കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവൻ കേൾക്കാൻ വേണ്ടി, ഇവന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മാതാപിതാക്കൾ പറയുന്ന വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖുൻ. നിശ്ചയമായിട്ടും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, അത് സത്യമായിട്ട് പുലരും. ഈ താക്കീത്, പുനരുത്ഥാനം എന്നത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് അള്ളാഹുവിന്റെ വാഴ്തയിൽ പെട്ടതാണ്. അത് അള്ളാഹു നടത്തിയ താക്കീതാണ്, അത് സത്യമായിട്ട് പുലരുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാര്യങ്ങളെ യുക്തമായി മനസ്സിലാക്കി വിശ്വാസിയാകാൻ നോക്ക്. നീ നാശം പിടിച്ച അവസ്ഥയിൽ തന്നെ കഴിയല്ലേ. ഇതാണ് മാതാപിതാക്കള് അവനോടായി കേണപേക്ഷിക്കുന്നത്. അത് അവനോട് പറയുമ്പോഴും അള്ളാഹുവിൽ ശരണം തേടിക്കൊണ്ടും സഹായം തേടിക്കൊണ്ടുമാണ് അവര് നിലകൊള്ളുന്നത്. കാരണം ഇവൻ ഏത് എക്സ്ട്രീമിലേക്ക് പോകുമെന്നൊന്നും അവർക്കിപ്പോ പറയാൻ കഴിയില്ല. അവർ അള്ളാഹുവിനോട് സ്വയം സമർപ്പിച്ച അവസ്ഥയിൽ തന്നെ ഈ മകൻ കാണിച്ചു കൂട്ടുന്ന മര്യാദകേടിന്റെ മുന്നിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ന്യായവാദങ്ങള് മകനോട് ഈ മാതാപിതാക്കള് നടത്തുന്നത്. അപ്പോ വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖുൻ ഇത് പറഞ്ഞപ്പോ അവന്റെ മറുപടി എന്താണ്? ഫയഖൂലു, അവൻ പറയുന്ന മറുപടി മാ ഹാദാ ഇല്ലാ അസാതിറുൽ അവ്വലീൻ. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ പൂർവികരുടെ പഴംപുരാണം മാത്രമാണ് എന്നാണ് അവന്റെ പ്രതികരണം. ഇത് അസാതിറുൽ അവ്വലീൻ മാത്രമാണ്, അതല്ലാത്ത യാതൊന്നുതിലില്ല. ഒരു കഴമ്പും ഉള്ള കാര്യമല്ല ഇത്. തീർത്തും ഫലശൂന്യമായ കുറെ കെട്ടുകഥകളുടെ അംശങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ദൈവിക വാഗ്ദാനം, ദൈവികമായ താക്കീത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മയും വാപ്പയും ഇപ്പോ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വെറും അസാത്തിറുൽ അവ്വലീനാണ്. അവ്വലീൻ എന്ന് പറഞ്ഞാൽ പൂർവികരാണ്, പഴമക്കാരുടെ കഥകളാണ്, പഴമക്കാരുടെ അടിസ്ഥാനരഹിതമായ കഥകൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് അവന്റെ പ്രതികരണം. ഫയഖൂലു,
മാതാപിതാക്കളോട് അവര് വൈലക് ആമീൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ എന്ന് പറഞ്ഞപ്പോ ഇവൻ നൽകുന്ന മറുപടി, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പഴംപുരാണല്ലാത്ത യാതൊന്നും, ഈ പൂർവികരായ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകളല്ലാത്ത വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ലേ എന്നതാണ് അവന്റെ പ്രതികരണം. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ, ഇത് അസാത്തിറുൽ അവ്വലീൻ അല്ലാതെ വേറെ യാതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് യാതൊരു പ്രസക്തിയും ഇതിനില്ല. ഇതാണ് അവന്റെ പ്രതികരണം. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ. എന്നിട്ട് അള്ളാഹു ഈ തരം ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ മാതാപിതാക്കളോട് പരുഷമായി പറയുകയും സ്വന്തം ജീവിത സരണി തിരഞ്ഞെടുക്കുന്നതില് യാതൊരു ജാഗ്രതയും കാണിക്കാതെ ജീവിച്ച് തോന്നിയ വിധത്തിൽ താന്തോന്നിയായി ജീവിച്ച ഇത്തരം ആളുകളോട് അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിമുൽ ഖൗൽ. അള്ളാഹുവിന്റെ ഖൗല്, ശിക്ഷയെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ നിർദ്ദേശം, അത് സത്യമായി പുലരുന്ന കൂട്ടരാണ് ഇവര്. ആരുടെ കാര്യത്തിലാണോ അള്ളാഹു ശിക്ഷയെക്കുറിച്ചുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത് അത് അക്ഷരം പ്രതി സത്യമായി പുലരുന്നത് ഇവരുടെ മേലാണ്. ഈ കൂട്ടരുടെ ഇങ്ങനെയുള്ള പെരുമാറ്റവും പ്രകൃതവും നിലപാടും ഒക്കെയുള്ള ആളുകളുടെ മേലാണ് അത് ഹഖായിട്ട് പുലരാൻ പോകുന്നത്. ഉലൈകല്ലദീന ഹഖ്ഖ അലൈഹിം, അവരുടെ മേൽ അത് ഹഖായിട്ട് പുലരുന്നു. അങ്ങനെയുള്ള കൂട്ടരാണ് അവര്. എന്താണ് സത്യമായിട്ട് പുലരുന്നത്? അൽ ഖൗൽ. അൽ ഖൗൽ എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ദൈവിക ശിക്ഷ നടപടിക്കുള്ള ഉത്തരവ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആയിട്ട് കാണാൻ കഴിയും. അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ഖാല എന്ന റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ്. ഖൗൽ എന്ന് പറഞ്ഞാൽ പറച്ചില്, സംസാരം, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിക്ലറേഷൻ, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം, അവരുടെ മേൽ ദൈവിക നടപടി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം, വിളംബരം, അങ്ങനെ ആ പ്രഖ്യാപനം സത്യമായിട്ട് ഇവരുടെ മേൽ പുലരുകയായി, അല്ലെങ്കിൽ അത് സത്യമായിട്ട് പുലരേണ്ടത് ഇത്തരം ആളുകളുടെ മേലാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഫി ഉമമിൻ, അവര് ചില സമൂഹങ്ങളുടെ ഭാഗമായി മാറുകയാണ്. ഫി ഉമമിൻ, ചില ഉമ്മത്തുകളുടെ, ഉമ്മത്തിന്റെ ബഹുവചനാണ് ഉമ്മം. അവര് ചില സമൂഹങ്ങളുടെ കൂടെ ചെന്ന് ചേരുകയാണ്. ഇങ്ങനെ പറയുന്ന നെറികെട്ട മനുഷ്യന്മാര്, നേരത്തെ സൂചിപ്പിച്ച വിശ്വസിക്കുകയും ഇസ്തിഖാമത്ത് കാണിക്കുകയും ചെയ്ത ആളുകളെ പോലെയല്ല ഇവര്. വിശ്വാസം ഉൾക്കൊള്ളാതിരിക്കുകയും നെറികേട് പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളുകളാണ്. അങ്ങനെ ഉള്ള ഈ നെറികെട്ട ആളുകള് അവര് ഫി ഉമമിൻ, ചില സമൂഹങ്ങളോടൊപ്പം ചെന്ന് ചേരാനിരിക്കുന്നു. അത് ഖലത്ത് മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള കുറെ സമൂഹങ്ങളുണ്ട്, ധിക്കാരികളായിട്ട് ജീവിച്ച ആളുകളുടെ സമൂഹങ്ങൾ. അവരിൽ പലരെയും അള്ളാഹു ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിയിട്ടുള്ളതാണ്. ആദ് സമൂഹമുണ്ട്, സമൂദ് സമൂഹമുണ്ട്, ഷുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹമുണ്ട്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹമുണ്ട്, നൂഹ് അലൈഹിസ്സലാമിന്റെ സമകാലികരായ ആളുകളുടെ സമൂഹമുണ്ട്, അതുപോലെ ഫിറഔന്റെ സമൂഹമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല സമൂഹങ്ങളുടെ മേലും അള്ളാഹു ദൈവിക നടപടി നടപ്പിലാക്കിയ കാര്യം വിശുദ്ധ ഖുർആനിൽ വിശദാംശങ്ങളോടുകൂടി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവന് മുമ്പ് കഴിഞ്ഞു പോയ ഇങ്ങനെയുള്ള സമൂഹങ്ങളോടൊപ്പം ഇവനും ചെന്ന് ചേരുകയായി. ഫി ഉമമിൻ, ഫി ഉമമിൻ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പല സമൂഹങ്ങളുമുണ്ട്, ധിക്കാരികളായി ജീവിച്ച മനുഷ്യര്. അവരോടൊപ്പമായിരിക്കും ഇവനും. ഇതാണ് അള്ളാഹു പറയുന്നത്. ഇവനും ഇവനെ പോലെയുള്ളവരും ആരോടൊപ്പമാണ് ചെന്ന് ചേരാൻ പോകുന്നത്? ഫി ഉമമിൻ,
ചില സമൂഹങ്ങളോടൊപ്പമാണ്. എന്താണ് ആ സമൂഹങ്ങളുടെ പ്രത്യേകത? ഖദ് ഖലത് മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ചില സമൂഹങ്ങളാണ് അവര്. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിൽപ്പെട്ട ധിക്കാരികളായ സമൂഹങ്ങളുണ്ട്, അതുപോലെ മനുഷ്യരിൽപ്പെട്ട ധിക്കാരികളായ സമൂഹങ്ങൾ. ഇന്നഹും കാനൂ ഖാസിരീൻ, അവരൊക്കെയും തന്നെ നഷ്ടകാരികളാണ്. എല്ലാ വിധത്തിലും നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വന്ന ഖാസിറുകളായി മാറിയവരാണ് ആ സമൂഹം. അപ്പൊ ഖാസിറുകളായി മാറിയ സമൂദ് സമൂഹം, ഖാസിറുകളായി മാറിയ ആദ് സമൂഹം, അതുപോലെ ലൂത്ത് അലൈഹിസ്ലാമിന്റെ സമൂഹം, മദിയൻകാരായിരുന്ന ഷുഐബ് അലൈഹിസ്ലാമിന്റെ സമൂഹം, അങ്ങനെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ട സമൂഹങ്ങൾ, അത്തരം സമൂഹങ്ങളോടൊപ്പമായിരിക്കും ഇവനും. അത് ഖലത് മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ള ചില സമൂഹങ്ങളുണ്ടല്ലോ, അവരുടെ ധിക്കാര മനസ്ഥിതിയുടെ പേരിൽ ശ്രദ്ധേയരായ, അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങിയവരായിക്കൊണ്ട് അള്ളാഹു പരാമർശിക്കുന്ന കൂട്ടര് അവര് മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളിലും മനുഷ്യരിലും ഉണ്ട് അങ്ങനെയുള്ള നെറികെട്ടവരായ ആളുകൾ. ഇന്നഹും കാനു ഖാസിരീൻ, തീർച്ചയായിട്ടും ഇവര് നഷ്ടകാരികളിൽ പെട്ടവരാണ്. ഇവര് ഖാസിറുകളോടൊപ്പമായിരിക്കും. ജീവിതം യാതൊരു നിലക്കും ഫലപ്രാപ്തിയുള്ളതാക്കി മാറ്റാൻ സാധിക്കാതെ, ലക്ഷ്യം കൈവരിക്കാൻ കഴിയാതെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, അവര് എല്ലാ നിലക്കും നഷ്ടകാരികളാണ്. ജീവിതം അള്ളാഹു മനുഷ്യനായിട്ട് ഒരുക്കിയ ഒരു പരീക്ഷണമാണ് എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ പരീക്ഷണത്തിൽ പൂർണ്ണമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളുടെ കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അവരെ കുറിച്ചാണ് ഇന്നഹും കാനു ഖാസിരീൻ, അവര് മഹാനഷ്ടകാരികളാണ് എന്ന് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. ഇന്നഹും കാനു ഖാസിരീൻ, അവര് തീർച്ചയായിട്ടും മഹാനഷ്ടകാരികളാണ് എന്ന്. അപ്പോ രണ്ടാമത്തെ ഒരു വിഭാഗത്തെ കുറിച്ചാണ്. ആദ്യം പറഞ്ഞ ഈമാനും ഇസ്തിഖാമത്തും കാണിച്ചുകൊണ്ട് നിലകൊണ്ട ആളുകളെ കുറിച്ച് പറഞ്ഞതുപോലെ, ധിക്കാരവും അനുസരണക്കേടും അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള സന്നദ്ധത ഇല്ലായ്മയും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിച്ച ആളുകളുടെ പരിണിതി എന്താണ് എന്നതാണ് ഈ വാക്കുകളിലായിട്ട് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൂട്ടത്തില് അവരുടെ പ്രവൃത്തിപരമായ വൈകൃതങ്ങളുടെ ഏറ്റവും മൂർത്തമായ ഒരു രൂപമായിട്ട് ഇവിടെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത് മാതാപിതാക്കളോട് അവര് കാണിക്കുന്ന ഒട്ടും മയമില്ലാത്ത ആ പെരുമാറ്റമാണ്. ഗുണകാംക്ഷയോടുകൂടി മാത്രമാണ് മാതാപിതാക്കൾ അവരോട് സംസാരിക്കുന്നത്. പക്ഷെ ഇവരുടെ പ്രതികരണം അങ്ങേയറ്റത്ര ശത്രുതയോടെയും പകയോടെയും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്ന വിധത്തിലുമാണ്. ഈ ആളുകൾ നഷ്ടകാരികളായ സമൂഹങ്ങളുടെ കൂടെ ആയിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.